ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ കിഷോർ. മിമിക്രി ആർട്ടിസ്റ്റുകൾക്കിടയിൽ പലരും എന്നെ അറിയുന്നത് കൊല്ലം കിഷോർ എന്നാണ്. ദേ മാവേലിക്കൊമ്പത്ത് എന്ന ഓഡിയോ കാസറ്റിലൂടെ നാദർക്കയാണ് എനിക്ക് കൊല്ലം കിഷോർ എന്നുള്ള ലേബൽ നൽകിയത്. നമ്മൾ ജീവിതത്തിൻ്റെ തത്രപ്പാടുകൾ എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഫീൽഡിൽ നിന്നും എനിക്ക് കുറച്ചു കാലം വിട്ടു നിൽക്കേണ്ടി വന്നു. റീസെൻ്റ്ലി ഞാനും എൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് കുറേ വീഡിയോസൊക്കെ ചെയ്തു വരികയാണ്. ആ വീഡിയോസെല്ലാം നിങ്ങളെല്ലാം ഏറ്റെടുത്തതിൽ അതിയായ സന്തോഷമുണ്ട്. ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങുന്ന സമയത്ത് 5000 പേരിലേക്കെങ്കിലും എൻ്റെ വീഡിയോസ് എത്തിക്കാൻ കഴിഞ്ഞാൽ അതെൻ്റെ ഒരു വലിയ വിജയമായിരിക്കും എന്ന് കരുതിയിട്ടാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ 5000-നുപരി എത്രയോ ആളുകൾ, നിങ്ങളെല്ലാവരും ഇത് ഏറ്റെടുത്തതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ 1-2 വീഡിയോസൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോ അന്ന് രാത്രി തന്നെ 50,000 പേർ മുകളിലാണ് ആ വീഡിയോ കണ്ടത്. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ വീഡിയോ ഏതാണ്ട് 2,60,000 പേര് മേളിൽ കവിഞ്ഞിരിക്കുകയാണ്. ആ വീഡിയോ നിങ്ങൾക്ക് പോയാൽ കാണാം. കോന്നി അടവി എക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ട് കാട്ടിനകത്തെ കാട്ടിലെ ഊണ് എന്നൊരു റെസ്റ്റോറൻറ്റ്, കുറച്ച് ചേച്ചിമാർ കൂടി നടത്തുന്ന റെസ്റ്റോറൻറ്റിൽ എൻ്റെ കുറച്ച് പ്രകടനവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു വെറൈറ്റി വീഡിയോ ആയിരുന്നു അത് ധാരാളം പേർ കണ്ടു കഴിഞ്ഞു. ഇപ്പോഴും നല്ല രീതിയിൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൊത്തിരി നന്ദിയുണ്ട്. അതുപോലെ 2 ദിവസം മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ കിരീടം സിനിമയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ, അതും ഏതാണ്ട് 1,60,000 പേര് മേളിൽ കവിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും ആൾക്കാർ നല്ല രീതിയിൽ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കോന്നി അടവിയിലെ വീഡിയോ കണ്ടിട്ട് അവിടെ ആരെങ്കിലും പോവുകയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. ആനയും പുലിയും കടുവയും ഒക്കെ ഉള്ള സ്ഥലമാണ്, പ്രത്യേകിച്ച് ആന. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അതുപോലെ എൻ്റെ വീഡിയോയുടെ കമൻസിലൊക്കെ ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ചേട്ടൻ്റെ സൗണ്ട് കേട്ടപ്പം മനസ്സിലായി VIP-യിലുണ്ടായിരുന്ന ചേട്ടനല്ലേ, മറ്റേ ചായക്കട സ്കിറ്റിൻ്റെ കാര്യം, 4 പൊറോട്ട, ഒരു ബീഫ്, ഒരു ചായ, ഒരു വട, അത് ചെയ്ത ചേട്ടനല്ലേ, പിന്നെ STD ബൂത്തിലുണ്ടായിരുന്ന ആ ബൂത്തുടമ ആ ചേട്ടനല്ലേ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എന്നാൽ കുറച്ച് കാലം മുന്നേ കുറച്ച് വിഷമം ഉണ്ടായ ഒരു കാര്യമുണ്ട്. അത് ഞാൻ നിങ്ങളോട് തുറന്നു പറയുക. എൻ്റെ ഒരു സുഹൃത്ത് എന്നോടൊരിക്കൽ പറഞ്ഞു, ചേട്ടനെ ഒന്നും ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയത്തേ ഇല്ല, ചേട്ടനെ അറിയത്തില്ല, സത്യം എൻ്റെ മോനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയത്തേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് വല്ലാതെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ അവരുടെ മക്കളെ പരിചയപ്പെടുത്തുമ്പോൾ, മോനെ ഈ ചേട്ടനെ അറിയത്തില്ല, ഇന്ന പരിപാടിയിലൊക്കെ ഉള്ളതായിരുന്നെന്ന് പറയുമ്പോൾ പിള്ളേരിങ്ങനെ വാവളിച്ച് നിൽക്കുന്നതൊക്കെ, അങ്ങനെയുള്ള ഒരുപാട് ഫീലിങ്സൊക്കെ പലയിടത്ത് വെച്ചും നമുക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ വളരെ ആത്മാർത്ഥമായി നിങ്ങളോട് ചോദിക്കുകയാണ്. ടീം VIP അവതരിപ്പിച്ച STD ബൂത്തിൽ വന്ന ആ ബൂത്തുടമ അത് ഞാനാണെന്ന്, ഈ കിഷോറാണെന്ന് എത്ര പേർക്ക് അറിയാം എന്നുള്ളതൊന്ന് നിങ്ങളെല്ലാവരും ഒന്ന്, അറിയാവുന്നവർ ഇതിലൊന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് അറിയാനുള്ള ആഗ്രഹം കൊണ്ട്. നിങ്ങളുടെ കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എൻ്റെ പഴയ ചില വിശേഷങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങൾ അറിയാൻ പോകുന്നത്. എൻ്റെ ഇപ്പോഴീ റീച്ചായ വീഡിയോയിലൊന്നും ഞാൻ പ്രേക്ഷകരോട് ആവശ്യപ്പെട്ടിട്ടില്ല എൻ്റെ ചാനൽ ഫോളോ ചെയ്യണമെന്നോ ലൈക്ക് ചെയ്യണമെന്നോ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ഒന്നും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരായ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്, എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. യൂട്യൂബ് ചാനൽ ട്രാവൽ മിമിക്, ഇൻസ്റ്റാഗ്രാം ട്രാവൽ മിമിക്, ഫേസ്ബുക്ക് എന്ന എൻ്റെ പേജ് എല്ലാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഫോളോ ചെയ്യണം. ഞങ്ങളെല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണം. അതുപോലെ ഒരു കാര്യം പറയാനുണ്ട്, എന്നോടൊപ്പം സഹകരിക്കുന്ന എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട്. അവർക്കെല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ നന്ദി അറിയിക്കുകയാണ്. അവരെല്ലാം പ്രേക്ഷകർക്കും നന്ദി പറഞ്ഞിട്ടുണ്ട്. അവരുടെ നന്ദി എന്നിലൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.